നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഇന്നത്തെ വീഡിയോ നെക്ക് ആൻഡ് ഷോൾഡർ എക്സസൈസ് ആണ്. കഴുത്തിൻ്റെയും ഷോൾഡറിനും ഒക്കെ ഉണ്ടാകുന്ന പെയിൻ, സ്പോണ്ടിലോസിസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ്. കലശലായ വേദനയുള്ളപ്പോൾ ചെയ്യരുത്. ചെറിയ വേദനയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് സാവധാനം ചെയ്തു നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി യോഗ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള നെക്കിൻ്റെ എക്സസൈസ്, ഷോൾഡറിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. എപ്പോഴും എല്ലാ ജോയിൻസിനും ഒക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മൊത്തം എല്ലാ ഭാഗത്തും ഒരു അയവ് വരാനും നമ്മുടെ ബോഡിക്കൊരു ഫ്ലെക്സിബിലിറ്റി വരാനും ഒക്കെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാം, ഏത് പ്രായമായവർക്കും ചെയ്യാം. തറയിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെയറിലിരുന്നിട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇത് അറിയാൻ പാടില്ലാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നെക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്യിക്കാം. സാവധാനം മൂവ് ചെയ്യിക്കുക. വേദനയുള്ളവർ വളരെ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യിക്കുക. ഓക്കെ, റൈറ്റ് ഇൻഹെയിൽ ചെയ്ത് സ്ട്രെയിറ്റ് വരിക. എക്സെയിൽ ചെയ്ത് ലെഫ്റ്റ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ഇൻഹെയിൽ സെന്റർ, exhale right, hold for 2 seconds, inhale front, exhale left, inhale front, slowly exhale right, ഇൻഹൈൽ ഫ്രണ്ട്. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ നിങ്ങൾ സാവധാനം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നെക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കണം. ഓക്കെ, ഇൻഹെയിൽ അപ്പ്, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ ഡൗൺ, താടി ചെസ്റ്റിലേക്ക് മുട്ടട്ടെ. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും ഇൻഹെയിൽ അപ്പ്, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. എക്സെയിൽ ഡൗൺ, ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ, ഇൻഹെയിൽ സ്ട്രെയിറ്റ്. ഈ ഒരു മൂവ്മെൻറ്റും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനത്തെ മൂവ്മെൻറ്റ് തൈറോയിഡ് ഉള്ളവർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം കുറയാനും സഹായിക്കും. ഈ ഒരു ഭാഗത്തെ ഉള്ള ഒരു പ്രഷർ ആൻഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് കഴുത്ത് 2 സൈഡിലേക്കും ചെരിച്ച് മൂവ് ചെയ്യിക്കണം. ഷോൾഡറിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഷോൾഡർ ഉയർത്തേണ്ട. എങ്ങനെ? Inhale straight, exhale left, inhale straight, exhale right, inhale straight, exhale left, inhale straight. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റും പലതവണ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നെക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. അപ്പോൾ ചിലർക്ക് നെക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട. അങ്ങനെയുള്ളൊരു ഹാഫ് റൊട്ടേഷൻ ചെയ്താൽ മതി. ഇങ്ങനെ ഫുള്ള് ഒരു റൊട്ടേഷൻ, വീണ്ടും വളരെ സാവധാനം സെക്കൻഡ്, തേർഡ് റൊട്ടേഷൻ,
ഓക്കെ. ഇനി തിരിച്ചും റൊട്ടേറ്റ് ചെയ്യിക്കണം. 1 2 3 ഓക്കെ. ഇത് അധികം തവണ നിങ്ങൾ ചെയ്യേണ്ട, ഒരു മിനിമം 3 പ്രാവശ്യം ചെയ്താൽ മതി. ഇങ്ങനെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഹാഫ് റൊട്ടേഷൻ ചെയ്യുക. ഇങ്ങനെ ഹാഫ് ഫ്രണ്ടിലെ റൊട്ടേഷൻ ഇങ്ങനെ ചെയ്യുക. ദെൻ ബാക്കിലെ റൊട്ടേഷൻ. ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു റൊട്ടേഷൻ ചെയ്യുക. ഇനി ഇതും ബുദ്ധിമുട്ടുള്ളവർ റൊട്ടേഷൻ, ഈ എക്സസൈസ് സ്കിപ്പ് ചെയ്യുക, അതവർ ചെയ്യണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. ഇനി കൈ ഇങ്ങനെ പിടിക്കുക, ഷോൾഡറിൽ ഇങ്ങനെ വിരൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഷോൾഡർ ഈ ഒരു ഭാഗത്തെ നമ്മുടെ ഒരു ഫ്രോസൺ ഷോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഒരു മരവിപ്പും ഒരു പിടുത്തമൊക്കെ ഉള്ളവർക്ക്, കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുക. 1 2 3 ഇനി തിരിച്ച് 1 2 3 അങ്ങനെ ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗത്തെ ആ ഒരു തടസ്സമൊക്കെ ബ്ലോക്കൊക്കെ മാറും. ഇത് നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണല്ലോ. കൈ ഇങ്ങനെ ഉയർത്തി കൂപ്പുക. ശ്വാസം എടുത്തുയർത്തി കൈ കൂപ്പുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു, വീണ്ടും ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു, വീണ്ടും. അല്പസമയം അങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ഇനി നമുക്ക് മൊത്തം ഒന്ന് അപ്പർ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. അപ്പം ഈ ഒരു ഭാഗത്തിനൊക്കെ നല്ലൊരു വലിച്ചിൽ വരും. അത് ഇവിടേക്കുള്ള സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വളരെ നല്ലതാണ്. ഓക്കെ. കൈകൾ ശ്വാസം എടുത്ത് ഉയർത്തി ഇങ്ങനെ താടാസനം നമ്മൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തം ഒന്ന് വലിയ മുകളിലേക്ക് നിന്ന് വലിച്ചു പിടിക്കുക. ചെവിയോട് ചേർത്ത് കൈകൾ വെച്ച് വലിച്ചു പിടിക്കുക. ഇപ്പം നമ്മുടെ അപ്പർ ബോഡി മൊത്തം ഒന്ന് സ്ട്രെച്ച് ചെയ്തു. ഷോൾഡർ, നെക്കിനും ഒക്കെ ഒരു നല്ലൊരു സ്ട്രെച്ചിങ് വരുന്നുണ്ട്. ശ്വാസം വിട്ട് കൈകൾ താക്കണം. കൈ ഉയർത്തുമ്പം ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ക്രോസ് ചെയ്യുക, വിരലുകൾ വലിച്ചു പിടിക്കുക. ഓക്കെ. ഏതാനും സെക്കൻഡ് ഇങ്ങനെ സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ താഴ്ത്തുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തിനൊക്കെ ഒരു മൂവ്മെൻറ്റ് വരാൻ ഇങ്ങനെ. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നിവർന്നിരുന്നിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ കൈ മേൽ കെട്ടണം, ഇങ്ങനെ ചെയ്യാം. അത് കുറച്ചുകൂടെ ഈ ഷോൾഡറിന് പെയിൻ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഷോർട്ടായിട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഈ ഭാഗത്ത് കൈ കൊണ്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, തല കൊണ്ട് ഓപ്പോസിറ്റ് പുഷ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ തല കൊണ്ട് ഈ ഒരു സൈഡിലോട്ട് പുഷ് ചെയ്യുക, കൈ കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തള്ളുക. ഓക്കെ.
ഇങ്ങനെ ചെയ്യുക. ഇതുമൊക്കെ സ്പോണ്ടിലോസിസിന് ആശ്വാസം കിട്ടാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. വീണ്ടും ഏതാനും സമയം ഇങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കണം. പുഷ് ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഒന്നുകൂടി ചെയ്യാം. നിങ്ങളിത് ചെയ്യുമ്പോൾ കൂടുതൽ തവണ ചെയ്യണം. ഇത് വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഒരു 3 പ്രാവശ്യം ചെയ്ത് നിർത്തുന്നത്. തല നെറ്റിയിലിങ്ങനെ ഇങ്ങോട്ട്, തല കൊണ്ട് ഇങ്ങോട്ട് തള്ളുക, കൈ കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്കിലേക്ക് തള്ളുക. നല്ലൊരു പ്രഷർ വരും. ഇതൊക്കെ പിടലി വേദന, സ്പോണ്ടിലോസിസ് ഒക്കെ മാറാൻ സഹായിക്കും. പിന്നെ ഇത് കൈവേൽ കോർത്ത് പിടിക്കുക, തലയുടെ ബാക്കിൽ കോർത്ത് പിടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യുക. തല കൊണ്ട് ബാക്കിലേക്ക് തള്ളണം, കൈ കൊണ്ട് ഫ്രണ്ടിലേക്ക് ഫോഴ്സ് ചെയ്ത് തള്ളണം. ഓക്കെ, വീണ്ടും പലതവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര എക്സസൈസുകൾ എല്ലാ ദിവസവും ചെയ്യുക. ഇങ്ങനെ സ്പോണ്ടിലോസിസ്, പെടലി വേദന, കഴുത്ത് വേദന എന്നൊക്കെ പറയുന്ന ആ പെയിൻ ഉള്ളവർ 2 നേരവും ചെയ്യുക. രാവിലെയും വൈകിട്ടും ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള എക്സസൈസുകളൊന്നും അല്ലല്ലോ. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തവരാണെങ്കിൽ എല്ലാ ദിവസവും 1 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് എക്സസൈസ് ആയിട്ട് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ